സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മീൻ പൊള്ളിച്ചതുണ്ടാക്കാം. അതിനു വേണ്ടുന്ന സാധനങ്ങൾ: 10 കാന്താരിമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി വെച്ചത്, അതിലേക്ക് കറിവേപ്പിലയും കാന്താരിമുളകും ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരു 5 ചെറിയ ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നേരത്തെ കാണിച്ച മസാല അരച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നല്ലതുപോലെ അരച്ച് വെച്ചത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറ്റിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. പകുതി പുളിനാരങ്ങയും പിഴിഞ്ഞൊഴിക്കാം. ഇത് തോല് പൊളിച്ച് എടുത്തു വെച്ച ആഗോലിയാണ്. ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചേർത്ത ശേഷം ഇത് മീനിലേക്ക് തേച്ച് കൊടുക്കാം. കൈകൊണ്ട് തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ബാക്കിയുള്ള മസാല കുറച്ച് ഇലയിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് പൊതിഞ്ഞ് നമുക്ക് പൊള്ളിക്കാം. ഈ മസാലകൾ പിടിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായി പൊള്ളിച്ചാൽ മതി. ഇങ്ങനെ നല്ലതുപോലെ മടക്കിയ ശേഷം പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാഴയുടെ നാര് കൊണ്ട് കെട്ടാവുന്നതാണ്. സിമ്മിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആവിയിൽ തന്നെ വെന്ത് കിട്ടും. തുറന്ന് മറിച്ചിടാം. ഇനി ഇത് പുറത്തെടുത്ത് വാഴയിലയിൽ നിന്ന് മാറ്റി ഫ്രൈയിങ് പാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് മീൻ വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ആയി എന്ന് തോന്നിയാൽ മാറ്റിവെക്കാം. ഇനി അതേ പാനിൽ തന്നെ അതിൻ്റെ മുകളിൽ പൊതിയാനുള്ള മസാലകൾ ഉണ്ടാക്കാം. നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയ ചുവന്നുള്ളിയും കൂടിയുള്ള മസാല നമുക്ക് ഇതിലിട്ട് ഇളക്കാവുന്നതാണ്. ചെറുതാക്കി മുറിച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ചെറുതാക്കി മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ക്രഷായി പൊടിച്ച കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ബാക്കി പകുതി പുളിനാരങ്ങ നീര് കൂടി ഇതിലൊഴിച്ച് കുറച്ച് പുളിയും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കാം. പുളി ഒഴിക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും തിന്നാൻ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ മസാല കുറച്ച് ഇലയിൽ വെച്ച് അതിൻ്റെ മുകളിൽ മീനും വെച്ച് മീനിൻ്റെ മുകളിലും കുറച്ച് മസാല വെച്ച് പൊതിഞ്ഞ് പാനിൽ വെച്ച് ഒന്ന് ചൂട് കയറ്റി എടുക്കാവുന്നതാണ്.
ഇങ്ങനെ മസാലയുണ്ടാക്കി പച്ചമീനിൻ്റെ മുകളിൽ വെച്ച് പൊള്ളിച്ചെടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ പൊള്ളിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊള്ളിച്ചത്. ഇത് വളരെയധികം സ്വാദുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. കുറച്ച് പണി കൂടുതലെടുത്താലും ഇതിൻ്റെ സ്വാദ് വേറെ തന്നെയാണ്. ഈ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും, തീർച്ചയാണ്. നിങ്ങളും ഒന്നും മറക്കാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.